അങ്ങനെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ മൂവി കണ്ടിരിക്കുകയാണ്. സോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പക്ക ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ഇങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആണ് പടത്തിനെ പറ്റിയിട്ട്. ഇങ്ങനെയൊന്നല്ല പടത്തിനെ പറ്റി വിചാരിച്ചത്. ഡിജോ ജോസ് ആൻ്റണീൻ്റെ പടങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്സും കാര്യങ്ങളിൽ അത്രയ്ക്ക് നല്ല ഗംഭീരമായിട്ട് പറയുന്ന സാധനങ്ങൾ ഡിജോ ജോസ് ആൻ്റണി ഉണ്ടാക്കി വെക്കല്ലേ. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ മൂപ്പര് സത്യം പറഞ്ഞാൽ പാളിപ്പോയി എന്നാണെങ്കിൽ പറയാം. മൊത്തത്തിലൊരു ഊമ്പ്യവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ഒരു പടം മൊത്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നല്ല എലമെൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ, അത് പറയാൻ പറ്റും. നല്ല എലമെൻറ്റ്സ് ഉണ്ട്. നീൻ പോളി എന്നുള്ളൊരു ഫാക്ടർ ഉള്ളതിനെ കൊണ്ട് തന്നെ കുറേ നല്ല എലമെൻറ്റ്സ് ഈ പടത്തിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു പക്ക ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഫീലാണ് ഈ പടം മൊത്തമായിട്ട് എനിക്ക് സമ്മതിച്ചത്. സോ കുറേ കാര്യങ്ങൾ ഈ പടത്തിൽ പറയുന്നുണ്ട്, കുറേ ലെയേഴ്സ് ഉണ്ട്. അതിൽ എന്തിനാണ് ഇങ്ങനെ ചുരുട്ടി വെച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ പറഞ്ഞേ പറ്റും. അത്രയും ഭയങ്കര വീക്കായിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ് ഈ പടത്തിന് കൊടുത്തിട്ടുള്ളത്. എന്തെല്ലാം ഇതിൻ്റെ അകത്ത് കാണിച്ച് വെച്ചിരിക്കുന്നത്. ഒരു സീക്വൻസ് കാണിച്ചു തന്നാൽ ആ സീക്വൻസ് നമുക്ക് ഫുള്ളായിട്ട് കണക്ട് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അടുത്ത സീക്വൻസിലേക്ക് മാറും. അങ്ങനത്തെ ഫുൾ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും മൊത്തം ഒരു ഷോക അവസ്ഥയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഹാഫ് പടത്തിൽ പറയുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ കോമഡിയും പിന്നെ പൊളിറ്റിക്സും ആണ് ഇതിൻ്റെ അകത്ത് മൊത്തമായിട്ട് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫാണ് ഞാൻ പറഞ്ഞത്. അത് ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ അകത്ത് കോമഡി എന്ന് പറയുമ്പോൾ ഫുള്ളി അധികം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ക്രിഞ്ച് കോമഡീസ് തന്നെയാണ്. അതിന് മൊത്തം അധികം ക്രിഞ്ച് തന്നെയാണ്. ഈ ഒരു ധ്യാൻ ശ്രീനിവാസൻ നീൻ പോളിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ആ രണ്ടാടെയും കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല ഇങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ബട്ട് അവരെ ഒരു കോമഡീസും കാര്യങ്ങളൊക്കെ അധികവും എനിക്ക് ക്രിഞ്ചായിട്ടാണ് തോന്നിയത്. ചിലരൊക്കെ നല്ല കോമഡിയൊക്കെ നല്ല ഇങ്ങനെ കണക്ട് ആയി, ചിലരൊക്കെ നല്ല ഇങ്ങനെ ചിരിക്കാനും സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിലെ കോമഡീസൊക്കെ. ബട്ട് അധികവും ക്രിഞ്ച് ഫാക്ടേഴ്സ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ പൊളിറ്റിക്സ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ മതപരമായിട്ടുള്ള പൊളിറ്റിക്സും കാര്യങ്ങളും ഈ ഒരു മതവും രാഷ്ട്രീയം തമ്മിലുള്ള ഒരു കാര്യങ്ങളിലാണ് ഇതിനകത്ത് ചർച്ച ചെയ്ത് പോകുന്നത്. അത് സ്വതൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് ഡിജോ ജോസ് ആൻ്റണിയുടെ മുമ്പത്തെ സിനിമകൾ ജനഗണമനയിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വരുത്തുന്നല്ല ഉണ്ടായിട്ടില്ല ജനഗണമന മൂവിയിലല്ലോ. അതെല്ലാം മെല്ലനെ ഇങ്ങനെ ഉണ്ടായി വരുമായിരുന്നു. ഇത് ഈ ഒരു പടം, ഈ ഒരു സംഭവം, ഈ ഒരു ഫാക്ടർ പറയാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സാധനം എടുത്തു വെച്ച പോലെയുണ്ട് ഈ സിനിമ. അത്രക്കും ഭയങ്കര തെറിച്ച പോലെയാണ് ഈ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളും പറഞ്ഞത്. സോ അതന്നെ അധികം ഇരിക്കാനെ കണക്ട് ആവുന്നില്ല. ഇപ്പോൾ സലീം കുമാറിന് ഈ പടത്തിലുണ്ട്. സലീം കുമാറിൻ്റെ സീരിയസ് സീൻസ് എല്ലാം ഇതിൻ്റെ ഉള്ളത്. അതെല്ലാം നല്ല ഇങ്ങനെ കണക്ട് ആവുന്നുണ്ട്. മൂപ്പരുടെ ഡയലോഗും കാര്യങ്ങളും ഉണ്ട് ഇടയ്ക്കെല്ലാം. സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന ഓരോരോ പൊളിറ്റിക്സിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളും വർക്കൗട്ട് ഉണ്ടായിട്ട് അധികവും കാര്യങ്ങളും മൊത്തം ക്ലീഷായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്നും ഭയങ്കര പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പറഞ്ഞു ഒരു സുഖം ഉണ്ടായിട്ടില്ല കാണാൻ വേണ്ടി. മുമ്പത്തെ ഡിജോ ജോസ് ആൻ്റണി സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഭയങ്കര ഈ ഒരു പടം ഭയങ്കര വീക്കസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഐ ആം വെരി ഡിസപ്പോയിൻറ്റഡ് ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ പറയാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ മുത്തപ്പൻ്റെ കുറച്ച് സീക്വൻസ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ മുത്തപ്പൻ്റെ സീക്വൻസ് ഒരു 2 സീക്വൻസ് എൻ്റെ അടുത്ത് ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഒരു സീക്വൻസും കാര്യങ്ങളും നൈസായിരുന്നു. സെക്കൻഡ് സീക്വൻസ് ഉണ്ട് ഇതിൻ്റെ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ആട്ടോ. ഈ ഒരു ഇതിൻ്റെ അകത്ത് പറഞ്ഞ പൊളിറ്റിക്സ് അതുപോലെ നല്ല ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. ആ ഒരു സീക്വൻസ് സ്പോയിലർ അതിനെക്കൊണ്ട് പറയുന്നില്ല കാര്യമായിട്ട്. ആ ഒരു സീക്വൻസ്, ആ ഒരു ഷോട്ട് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഷോട്ട് ഉണ്ട്, അത് ഭയങ്കര ഇങ്ങനെ ഇഷ്ടമായി. കുറച്ച് സമയം ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും വാവുന്നായിപ്പോയി. അത്രയ്ക്ക് ഭയങ്കര നല്ലൊരു ഫാക്ടർ ആയിരുന്നു. അത് ഡിജോ ജോസ് ആൻ്റണിനെ സമ്മതിച്ചാൽ പറ്റും. ആ ഡിജോ നല്ല ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ നല്ല നല്ല ഫാക്ടേഴ്സൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഈ ഒരു കോമഡീസും കാര്യങ്ങളും ചിലരൊക്കെ നല്ല വർക്കൗട്ട് ആയി, ചിലരൊക്കെ നല്ല ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു കോമഡിയാണ് ഫസ്റ്റ് രീതി. പിന്നെ കൃഷ്ണ സോങ്ങെല്ലാം പറഞ്ഞ സോങ്ങെല്ലാം അതൊന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല യൂട്യൂബിൽ. അത് തിയേറ്ററിന് കേൾക്കുമ്പോൾ ഫുൾ ക്രിഞ്ചായിരുന്നു. ക്രിഞ്ച് ഫസ്റ്റ് തന്നെ ആയിരുന്നു സാധനം. സോ അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഡിജോ ഇതിൻ്റെ അകത്ത് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് സീക്വൻസൊക്കെ. അതും ഏകദേശം ക്രിഞ്ച് ഫാക്ടർ വന്നേനും. ബട്ട് നിവിൻ പോൾ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്തത് കൊണ്ട് കുറച്ചെങ്കിലും അത് രസമായിട്ട് തോന്നി എനിക്ക്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ മൊത്തം ഒരു ആടുജീവിതത്തിൻ്റെ സ്പൂഫാണ് കാണുന്നത്. ആടുജീവിതം, ബജ്രംഗി ഭായ്ജാൻ, 1983 എല്ലാം ഇതിൻ്റെ അകത്ത് കാണാം ഈ സെക്കൻഡ് ഹാഫിൽ. അതാണ് ഈ പടം തുടങ്ങുന്നത് വേറെ, അവസാനിക്കുന്നത് വേറെ. എന്തെല്ലോ കുറേ ലേയേഴ്സ് ഉണ്ട്. ആടുജീവിതത്തിൻ്റെ സ്പൂഫ് ആണ് ഫുള്ള് സെക്കൻഡ് ഹാഫിൽ കാണാൻ കഴിയുന്നത്. അതിലെ കണ്ടനെ മനസ്സിലാക്കുക, കൂടുതൽ പറയുന്നില്ല. അത് ശരിക്കും രസമുണ്ട്. ആ സാധനം സ്പൂഫൊന്നും കരുതി കാണുമ്പോൾ നല്ല ഇരിക്കാൻ എനിക്ക് വർക്കൗട്ടായി. എന്താ അറിയില്ല, ആ സാധനം ഓക്കെ ഇത് സ്പൂഫാണ്, ഇങ്ങനത്തെ ഇരിക്കാൻ കണ്ടാൽ എനിക്ക് നല്ല ഇരിക്കാൻ ആസ്വദിക്കാൻ പറ്റും എൻ്റെ മനസ്സിൽ വന്നു. സോ ആ സംഭവം മനസ്സിലാക്കി ഞാൻ ഈ സെക്കൻഡ് ഹാഫ് കാണാൻ തുടങ്ങി. നല്ല ഇരിക്കാൻ എനിക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ അതിൽ സെക്കൻഡ് ഹാഫിലെ ചില കോമഡീസൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ് ചിരിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിനെക്കാളും നല്ല ഇരിക്കാൻ കോമഡി വർക്കൗട്ട് ആയത് എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ ക്രിഞ്ച് ഫാക്ടേഴ്സൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട്. ബട്ട് ഫസ്റ്റൊക്കെ തുടങ്ങി അങ്ങോട്ടേക്കെല്ലാം എത്തുമ്പോൾ നല്ല ഇരിക്കാൻ ഇഷ്ടമായി. പിന്നെ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഫസ്റ്റ് ഹാഫിലായാലും പിന്നെ മൂപ്പർ സെക്കൻഡ് ഹാഫിലോട്ടൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ അത് ഷൈൻ ടോൺ ചാക്കോൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. സോ അത് ക്യാമിയൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. പെട്ടെന്ന് നോക്കുള്ളതാണ്. സോ അത് ചിലവർക്ക് കണ്ടാവും. സോ എനിക്ക് കുഴപ്പമില്ല, രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി മൂപ്പര ഒരു ക്യാമിയും കാര്യങ്ങളിലോ. സോ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ മൊത്തം വേറെന്തോ കാര്യം പറഞ്ഞു തോന്നിയാണ്. പിന്നെ മൊത്തം ഇമോഷൻസും കാര്യങ്ങളിലും വെച്ചുള്ള കാര്യമാണ്. അതന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണക്ട് ആയിട്ടില്ല. ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, അതങ്ങനെ അതിനെ കൊണ്ട് ഇതിൻ്റെ പടത്തിൻ്റെ ഫാസ്റ്റ് ബേസാണ് ഇതിൻ്റെ പടം പോകുന്നത്. അതിൻ്റെ പേസിങ് കാര്യങ്ങളൊന്നും ശരിയില്ല. സോ എല്ലാം കൊണ്ടും എനിക്ക് അതിൻ്റെ ഇമോഷൻസും കണക്ട് ആയില്ല. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല വൃത്തിക്ക് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഡിജോ ജോസ് ആൻ്റണി ഇങ്ങനെയൊന്നുമില്ല പ്രതീക്ഷിച്ചത്. നല്ല ഇങ്ങനെ മൂപ്പര് ആ ഒരു കാര്യങ്ങൾ നല്ല ഇങ്ങനെ നറേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. ബട്ട് ഈ ഒരു സിനിമയിൽ മൂപ്പർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല.
സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നല്ല ഇരിക്കാൻ ഡിസപ്പോയിൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എന്ന് പറയാനുള്ള ഫാക്ടർ നിൻപോളിയാണ്. നിൻപോളിയുള്ള കംബാക്ക് ഈ സിനിമയിൽ കണ്ടോ എന്ന് ചോദിച്ചാൽ ഫുൾഫിൽ ആയിട്ടുള്ള കംബാക്ക് അല്ല, ഒരു പ്രോപ്പർലി ആയിട്ടുള്ള ഒരു കംബാക്ക് ഇതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല. ഒരു 80% കംബാക്കാണ് വേണമെങ്കിൽ പറയും ഈ പടത്തിൽ വന്നിട്ടുള്ളത്. ആ നിൻപോളി എന്നുള്ള ഫാക്ടർ ശരിക്കും ഈ പടത്തിൽ നല്ല ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അപ്സ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ എനിക്ക് നിൻപോളിൻ്റെ ഫാക്ടർ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. മൂപ്പര ഒരു മാനറിസം കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ കോമഡി സീൻസിലൊക്കെ ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് ക്രിഞ്ച് ഫാക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അധിക സീൻസിലും മൂപ്പര ഒരു കോമഡീസും കാര്യങ്ങളും വർക്കായിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് സെക്കൻഡ് ഹാഫിൽ മൂപ്പര കാര്യങ്ങളിൽ ചത്തുപോയ സാധനങ്ങളിലും ഉണ്ട്. സോ സ്പോയിലറിനെ കൊണ്ട് പറയുന്നില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലുണ്ട്. മൂപ്പര മാനറിസം, മൂപ്പര ഒരു ഡയലോഗ് ഡെലിവറി എല്ലാം ഇല്ലേ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മൂപ്പര ഒരു കംബാക്കും കാര്യങ്ങളും കണ്ടിയാണ്. ബട്ട് ഒരു ഉടനീള സിനിമയിൽ ഒരു നല്ലൊരു സ്ക്രിപ്റ്റുള്ള പടത്തിൽ വന്നിട്ടൊരു കംബാക്ക് കാണുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇപ്പോൾ ഒരു ഡ്രീം തന്നെയാണ്. സോ ഈ പടത്തിൽ നിവിൻ പറഞ്ഞൊരു ഫാക്ടർ ഉള്ളതിനെ കൊണ്ട് മാത്രം എനിക്കൊരു ആവറേജ് ഫീൽ ഈ പടത്തിൽ തോന്നിയത്. അല്ലെങ്കിൽ ഈ പടം ഫുള്ളി ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തേനെ. സോ മൊത്തത്തിൽ എനിക്ക് കാര്യങ്ങളൊന്നും ഡിജോൻ്റെ ഒത്തില്ല തന്നെയാണ് എനിക്ക് തോന്നിയത്. സ്ക്രിപ്റ്റ് വൈസ് എല്ലാം ഒത്തില്ല തന്നെയാണ് തോന്നി. നിവിൻ പറഞ്ഞൊരു ഫാക്ടർ മൂപ്പര മാനേഴ്സ് ആ കോമഡീസൊക്കെ അധികം ഒരു 80% ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ ഒരു കാര്യം ഉള്ളതിനെ കൊണ്ട് തന്നെ ഇടവട്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് എൻ്റർടൈൻ ആവുമെന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അതേ ഉള്ളൂ. നീ എന്ന ഫാക്ടർ എനിക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം കുറേ അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളുണ്ട്. സോ പണ്ട് നിങ്ങൾ തിയേറ്റർ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സ് പോയിന്റ് ചെയ്യുക. ഞാൻ നല്ല ഡിസപ്പോയിൻ്റ് ആണ്. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ഫീൽ ആണ് തന്നിട്ടുള്ളത്. സോ അത്ര വേണം ഈ പടത്തിനെ പറ്റിയിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.